Hey guys, welcome back to my new video. ഇപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ചുമ്മാ ബോൾ അടിച്ചപ്പം എനിക്ക് എൻ്റെ അനിയനൊരു പിഗ്ഗി ബാങ്ക് ഞാൻ ഉണ്ടാക്കി സേവിങ് ബോക്സ്. അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് സ്പെഷ്യലി ടോപ്പിക്കൊന്നുമില്ല. അപ്പോൾ അവിടെ മാവിൻ്റെ ഒരു ഭയങ്കര ഇലയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഇല വൃത്തിയാക്കാൻ പോവാണ്. അപ്പം ഇതിപ്പോൾ ഞാൻ ചുമ്മാ ട്രൈ ആയിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. വെരി സിമ്പിളാണ്. ആകെ വേണ്ട മെറ്റീരിയൽസ് കാർഡ്ബോർഡ്, ഒരു ക്യാപ്പ്, കളർ പേപ്പറും ഒക്കെയാണ്. ഭയങ്കര സിമ്പിളാണ്. ഹോം മെയ്ഡ് മീൻസ് ഹോമിലുള്ള മെറ്റീരിയൽസ് വെച്ച് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ അടുത്ത വീഡിയോ ഇട്ടേക്കാം. അപ്പോൾ ഇതുണ്ടാക്കുന്ന അടുത്തൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പം ആ മാവിൻ്റെ ഉള്ളിലാണെങ്കിൽ ഭയങ്കരമായിട്ട് കരിയിലൊക്കെ കിടപ്പുണ്ട്. അപ്പം നമുക്കാണെങ്കിൽ അതൊന്ന് വൃത്തിയാക്കാം. അപ്പം നമുക്ക് പോവാമേ. അപ്പോൾ നമ്മൾ അടുക്കളയിലോട്ട് വന്നപ്പം ഇവിടെ ഉച്ചക്കാലത്തൊക്കെയുള്ള ലഞ്ച് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ചോറ്, കിച്ചടി, അവിയലും ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചൂടെടുക്കാൻ വന്നപ്പോഴത്തേക്കാണെങ്കിൽ ഇവിടെ വേണ്ട എങ്ങനെ തന്നെ കിളച്ച് ഒരു വെള്ളരിക്ക ആണെങ്കിൽ വേണ്ടപ്പോൾ ഉണ്ട്. ഇപ്പോൾ നല്ല കുറേ പൂക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നട്ടമൊന്നുമല്ല, തന്നെ കിളിച്ച ഒരു വെള്ളരിക്കയാണ്. ഗ്യാസ് അപ്പോൾ 2-3 ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരെണ്ണം കുറച്ച് വലുതുമായി. അപ്പം ഇത് കിളിച്ച് വേണ്ടി ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കൊണ്ട് ഇവിടെ മൊത്തം കരിയില വീണ് കിടക്കുകയാണ് മാവിൻ്റെ. നമുക്ക് ഇതൊന്ന് തൂക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ തൂത്തപ്പോൾ ഒരു ബക്കറ്റ് നിറച്ച് കിട്ടി. എൻ്റെ അനിയനും ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിത് കൊണ്ട് കളഞ്ഞിട്ട് വരാവേ. അപ്പോൾ നമുക്കിനി വീണ്ടും പോയി എല്ലാം എടുത്തോണ്ട് വരാവേ. അപ്പോൾ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ മൊത്തം വൃത്തിയാക്കി നമുക്ക് പോയി കുടിക്കണം. അവനാണെങ്കിൽ ഇപ്പം വെള്ളം കുടിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ മൊത്തം വൃത്തിയാക്കി കഴിഞ്ഞാൽ കണ്ട് ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. ഈ കങ്ങും ഇങ്ങൊക്കെ അതിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര പാടാണ്. അപ്പം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതായിട്ടൊക്കെ ബൈ.